മൂന്ന് ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 3 ഗുണം 1 3. അതായത് 2 10 എന്ന് പറഞ്ഞാൽ 2 ഗുണം 10 അതായത് 2 ഗുണം 1/10. 2/10 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. പോയിന്റ് 2. ഇനി 3 1000 എന്ന് പറഞ്ഞാൽ 3 × 1/1000 അതായത് 3/1000. 3 ഒരു സംഖ്യയേ ഉള്ളൂ, 3 സ്ഥാനം വേണം 1000 വെച്ച് ഹരിക്കുമ്പോൾ. അതുകൊണ്ട് ഒരു സംഖ്യയേ ഉള്ളൂ, 2 0 കൂടി ഇട്ട് കൊടുക്കുക. ഇത് താഴെ എഴുതി കൂട്ടിയാൽ മതി. 3-ന് പകരം 3.0 ഇടുക. 0 0 0 എന്നിടാം സൗകര്യത്തിന്. അപ്പോൾ 3 0 3 0 0 0 2 0 0 3.203 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് താഴെ എഴുതിയാൽ മതി. 3 1 എന്ന് പറഞ്ഞാൽ 3 3.0. 2 10 എന്ന് പറഞ്ഞാൽ 10 വെച്ച് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി, ഇവിടെ 0.2 ഒരു സ്ഥാനം. ഇനി 3 1000 എന്ന് പറഞ്ഞാൽ ആ 3 അങ്ങ് എഴുതുക. എന്നിട്ട് 2 സ്ഥാനം, ആകെ 3 സ്ഥാനം വേണം 1000 എന്ന് പറയുമ്പോൾ. അപ്പോൾ 2 സ്ഥാനത്തിന് പകരം 0 കൊടുക്കുക. 0.3 എഴുതിയിട്ട് 2 0 കൂടെ കൊടുക്കുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. അപ്പോൾ നമുക്കിവിടെ ഇത് 0.2-ന് പകരം 0.200 എന്ന് എഴുതാം. 3ക്ക് പകരം 3.0 എന്ന് എഴുതാം. എന്നിട്ട് അത് കൂട്ടി എഴുതിയാൽ മതി. 3.203 ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറുത് ഏത്? അതായത് സംഖ്യാരേഖ വരച്ച് നോക്കാം. ഇവിടെ നടുക്ക് 0, വലത്തോട്ട് പോസിറ്റീവ് സംഖ്യ 3 4 5 അങ്ങനെ അങ്ങോട്ട് പോകും. ഏറ്റവും വലിയ സംഖ്യയാണ് +100 തന്നേക്കുന്നതിൽ. ഇനി 0 കഴിഞ്ഞ് ഇടത്തോട്ട് ചെറിയ കുറഞ്ഞാണ് വരുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്. -1 -2 -3 ഇങ്ങനെ വന്ന് -50 വന്ന് പിന്നെ ഇടത്തോട്ട് പോകുമ്പോഴാണ് -100 വരുന്നത്. ഏറ്റവും ചെറുത് -100 ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെഗറ്റീവ് വരുംതോറും സംഖ്യകളുടെ വലിപ്പം കൂടിയത് ഏതാണോ അതാണ് ഏറ്റവും ചെറിയ സംഖ്യ. ഇടത്തോട്ട് പോകുന്തോറും കുറഞ്ഞാണ് വരുന്നത്. 114.5ന്റെ സ്ഥാനം എത്ര? പോയിന്റ് കഴിഞ്ഞ് ഈ പറഞ്ഞ സംഖ്യ എത്രാമതാന്ന് നോക്കണം. പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തേതാണെങ്കിൽ 10 10 പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തേതാണെങ്കിൽ 100